സിദ്ധു, ബലരാമൻ വിളിച്ചിരുന്നു. ഇവന്റെയും മീരയുടെയും കല്യാണം എത്രയും വേഗം നടത്തണമെന്നാ പറയുന്നത്. ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാനതിനെ സമ്മതിച്ചു. എത്രയും വേഗം അത് നടത്തണം സിദ്ധു. അച്ഛന്റെ ഈ അവസ്ഥയില് പെട്ടെന്നൊരു കല്യാണത്തെ കുറിച്ചൊന്നും അമ്മ ആർക്കും വാക്ക് കൊടുക്കണ്ട. അതെന്താ? ഇത് നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യമല്ലേ? അത് ശരിയാവില്ലെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മീരയെ നീ കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതൊന്നും ഞാൻ അവളെ വിവാഹം കഴിക്കാനുള്ള കാരണങ്ങളായി എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് മുതൽ ഞാൻ അമ്മയോട് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് അവളെ എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. ജീവിക്കേണ്ടത് ഞങ്ങൾ ഒരുമിച്ചാ. വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആറ്റിറ്റ്യൂഡ് മാറാൻ പോകുന്നില്ല. ഇതുവരെ പറഞ്ഞതുപോലെ അല്ല ഇപ്പോ. വെറുതെ ഒന്നും ആലോചിക്കാതെ തീരുമാനമെടുത്ത് നാണക്കേട് വരുത്തി വെക്കരുത്. നന്ദ, അമ്മ വെറുതെ ഒച്ച വെക്കണ്ട. ഇതൊരു ഹോസ്പിറ്റലാ. സുഖമില്ലാത്തൊരാളാ മുന്നിലുള്ളത്. ഇങ്ങനെയുള്ള ടെൻഷനൊന്നും അച്ഛന് കൊടുക്കരുത്. അത് മറക്കണ്ട.